അസ്സലാമലൈക്കും. ഹലോ എവ്രി വൺ, നമസ്കാരം. വെൽക്കം ടു സെർവ് ഇറ്റ് ലൈക്ക് ഷാനി. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് നമ്മുടെ നാട്ടുകാരനല്ലെങ്കിലും മലയാളികൾ വളരെ കൂടുതലായിട്ട് കഴിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് ചിക്കൻ കടായി അല്ലെങ്കിൽ കടായി ചിക്കൻ. ഈ കടായി ചിക്കൻ തന്നെ രണ്ട് വേർഷൻ ഉണ്ട്. പാകിസ്ഥാനികളുടെ കരാഹി ചിക്കൻ എന്നാണ് അവർ പറയുക, കടായി ചിക്കന്. അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻസിൻ്റെ കടായി ചിക്കൻ ഉണ്ട്. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാകിസ്ഥാനിൻ്റെ സ്വന്തം കരാഹി ചിക്കനാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടന്നാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. മീഡിയം സൈസ് കട്ടിങ്, വല്ലാണ്ട് ചെറുതായി പോണ്ട. പിന്നെ വേണ്ടത് 5 തക്കാളി. 5 തക്കാളിയുടെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തതാണ്, തൊലി കളഞ്ഞിട്ട് ഉള്ള 5 വലിയ തക്കാളി വേണം കേട്ടോ. ചെറുതാണെങ്കിൽ 6 പിന്നെ ആവശ്യത്തിന് മല്ലിയില, അതുപോലെ തന്നെ പച്ചമുളക് ഒരു 4 5 ആവുക. പിന്നെ ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തത് 1 ടേബിൾ സ്പൂണ്. പിന്നെ നമ്മുടെ ഈ ടൊമാറ്റോൻ്റെ നെട്ടൊക്കെ കളയണം കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 4 ടേബിൾ സ്പൂണ് കട്ടത്തൈര് പുളിയില്ലാത്തത്, 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് പെപ്പർ പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1 ടീസ്പൂണ് ഗരം മസാല, 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ചെറിയ ജീരകവും അതുപോലെ തന്നെ പച്ചമല്ലിയും ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്, അത് 1 ടീസ്പൂൺ. ആദ്യമായിട്ട് നമ്മളൊരു കടായി എടുക്കുക, അല്ലെങ്കിൽ ചൂട് കട്ടിയുള്ള ഏത് പാത്രമാണ് കുഴപ്പമില്ല. പിന്നെ അതിലേക്ക് 4 ടേബിൾ സ്പൂണോളം ഓയിൽ, 4 ടേബിൾ സ്പൂൺ തന്നെ വേണം, ഇതിന് ഓയിൽ കുറച്ച് കൂടുതൽ ആവശ്യമാണ്. അപ്പോൾ അതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ്. അങ്ങനെ ആ ചിക്കൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ 4 ടേബിൾ സ്പൂണ് തൈര് ആഡ് ചെയ്ത് കൊടുക്കുക. പുളിയില്ലാത്ത കട്ടത്തൈരാണ് കേട്ടോ ഇത്, അല്ലാണ്ട് പുളിയുള്ള തൈരല്ല. എന്നിട്ട് ആ തൈരും ചിക്കനും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമ്മളിതിൽ വെള്ളം എന്ന് പറഞ്ഞ സാധനം ചേർക്കുന്നേ ഇല്ല. ഈ തൈര് അതുപോലെ തന്നെ തക്കാളിയുടെ വെള്ളത്തിൽ കിടന്നിട്ടാണ് ചിക്കൻ വേവുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് അങ്ങനെ മിക്സ് ആക്കി എടുക്കുക. ചിക്കനും തൈരും അതുപോലെ തന്നെ ഉപ്പും. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ 5 തക്കാളി തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ആ കട്ട് ചെയ്ത് വെച്ച തക്കാളിയും അതിനോട് കൂടെ തന്നെ ഒരു 4 പച്ചമുളക് കീറിയതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സാക്കി കൊടുക്കുക. നമ്മൾ വെള്ളം ഇതിൽ ചേർക്കുന്നില്ല എന്ന് നേരത്തെ പറഞ്ഞു, വെള്ളത്തിൻ്റെ അംശമേ ഇതിൽ വേണ്ട. ആ തക്കാളിയുടെ വെള്ളമുണ്ട്, അതുപോലെ തന്നെ തൈരിൻ്റെ വെള്ളമുണ്ട്, അതിൽ കിടന്നിട്ടാണ് നമ്മുടെ ചിക്കന് വേവേണ്ടത്. അതിനുശേഷം കുറച്ച് നേരം അടച്ചു വെച്ച് വേവിച്ചു കൊടുക്കാം. നമ്മൾ കുറച്ച് നേരം അടച്ചു വെച്ചതിന് ശേഷം തുറക്കുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ നമ്മൾ കൂടുതൽ വെള്ളം കാണുകയാണെങ്കിൽ നിങ്ങൾ ഹൈ ഫ്ലെയിമിലിട്ട് ആ വെള്ളം ഒന്ന് ജസ്റ്റ് വറ്റിപ്പിച്ചിട്ട് വേണം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാൻ. ഇന്ത്യയിൽ അധികം വെള്ളമല്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഡയറക്റ്റായിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂൺ. ഈ പൊടികളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂണ്. അതിനുശേഷം നമ്മൾ പൊടിച്ചെടുത്ത പെപ്പർ പൗഡർ, കുരുമുളക് പൊടി 1 ടീസ്പൂണ്, പിന്നെ അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂണ്. പിന്നെ നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്ത ഗരം മസാലയാണ്, അല്ലാണ്ട് പാകിസ്ഥാനി ഗരം മസാല വേണമെന്നൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ പൊടിച്ചെടുത്ത ഗരം മസാല ആണെങ്കിൽ അത്രയും നല്ലത്, അതൊരു ടീസ്പൂണ്. പിന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ജീരകവും അതുപോലെ തന്നെ പച്ചമല്ലിയും, അത് ഓരോ ടീസ്പൂൺ വീതമാണ്. അപ്പം അത് എല്ലാം കൂടി മസാല എല്ലാം കൂടെ നന്നായിട്ട് ചിക്കനിലൊന്ന് മിക്സാക്കി എടുക്കുക നന്നായി തന്നെ. ഇതിൽ നമ്മൾ എണ്ണ കുറച്ച് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ പലപ്പോഴും എണ്ണ കുറവാണ്, പക്ഷേ ഈ ഒരു ഒതൻറ്റിക് സ്റ്റൈലിൽ ഉണ്ടാക്കണമെങ്കിൽ ഈ ഒരു 4 ടേബിൾ സ്പൂണെങ്കിലും ഓയിൽ ഇതിന് നിർബന്ധമായിട്ട് വേണം. അതുകൊണ്ടാണ് ഞാൻ ഇത് എണ്ണ ഇത്ര അധികം യൂസ് ചെയ്തിട്ടുള്ളത്. ആ ഒതൻറ്റിക് സ്റ്റൈലിൽ തന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷമാണ് 1 ടീസ്പൂണ് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചുവന്ന മുളക്, വറ്റൽ മുളക് നമ്മൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ അടി പിടിക്കാണ്ട് ശ്രദ്ധിക്കുക, ഒന്ന് മിക്സാക്കി എടുക്കുക. അതിന് ശേഷം 1 ടേബിൾ സ്പൂണ് കസൂരി മേത്തില്ലേ, ഉലുവയുടെ ഇല,
നിങ്ങളുടെ കയ്യിൽ ഇൻ കേസ് ഉലുവയുടെ ഇല കസൂരിമേത്തി ഇല്ലെങ്കിൽ ജസ്റ്റ് ഒരു ടേബിൾ സ്പൂണോളം ഉലുവ വറുത്തിട്ട് ഒന്ന് ജസ്റ്റ് പൊടിച്ചിട്ട് അതിലിട്ടാലും വലിയ കുഴപ്പമില്ല. അത്രേ പറയാനുള്ളൂ. അല്ലാണ്ട് ആ ഫ്ലേവർ കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ചെറിയൊരു ഫ്ലേവറൊക്കെ കിട്ടും. പിന്നെ അതിന് ശേഷം നമ്മൾ ഇഞ്ചി ജുവലിൻ പീസസ് ആയിട്ട് കട്ട് ചെയ്തില്ലേ നീളത്തിൽ, അത് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ മല്ലിയിലയും ചേർത്ത് കൊടുക്കുക. അങ്ങനെ സംഭവം റെഡി ആയിട്ടുണ്ട്. പാകിസ്ഥാനികളുടെ ഒത്തൻറ്റിക് റെസിപ്പി ആയിട്ടുള്ള കരാഹി ചിക്കൻ, അവർ കരാഹി ചിക്കൻ ആണെന്നാണ് പറയാറ്. അപ്പോൾ ആ കരാഹി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് പാകിസ്ഥാനി റൊട്ടി, തന്തൂർ റൊട്ടി, നാന് എല്ലാത്തിക്കും പെർഫെക്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളിപ്പോഴും റെസ്റ്റോറൻറ്റിൽ പലപ്പോഴും പ്രത്യേകിച്ച് ബാച്ചിലേഴ്സ് എടുത്ത് പറയുകയാണെങ്കിൽ അവർ പൊറോട്ടയ്ക്കും നാനിൽക്കൊക്കെ ഓർഡർ ചെയ്യുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാം. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇവിടെ പുതിയ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തുന്നതാണ്. ഇതുപോലുള്ള പുതുപുത്തൻ റെസിപ്പീസും ഒതൻറ്റിക് റെസിപ്പീസുമായിട്ടൊക്കെ വരുന്നവരേക്കും ട്രൈ ടു സെർവ് ഇറ്റ് ലൈക്ക് ഷാനി.